കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. അഞ്ജന സുകുമാരനാണ് വിവരങ്ങളുമായിട്ടുള്ളത്. അഞ്ജന, ഈ പൂർണ്ണമായിട്ടും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ? മരം വെട്ടിമാറ്റി അവിടെ നിന്ന് നീക്കാൻ സാധിച്ചിട്ടുണ്ടോ? പൂർണ്ണമായും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കുറ്റ്യാടി ചുരത്തിൽ മരം വീണ് 4 മണിക്ക് ശേഷമാണ് ഈ ഗതാഗത തടസ്സം ഉണ്ടായത്. ആ സ്ഥലത്ത് നേരത്തെ തന്നെ ശക്തമായ മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ജില്ലയിൽ രാവിലെ മുതൽക്ക് തന്നെ മഴയുണ്ടായിരുന്നു. കുറ്റ്യാടി ഭാഗത്തും മലയോര മേഖലയാണ്, അവിടെയും രാവിലെ ശക്തമായ കാറ്റുണ്ടായിരുന്നു. ഈ കാറ്റിലാണ് ഈ ചുരത്തിലുള്ള ഈ മരം കടപുഴകി വീണത്. റോഡിന് കുറുകെ വീഴുകയായിരുന്നു. ഇതുമൂലമാണ് ഗതാഗത തടസ്സം ഉണ്ടായത്. വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഈ ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ നാട്ടുകാരുടെയും ഒരു ശ്രമത്തിന്റെ ഫലമായാണ് മരം ഏതായാലും മുറിച്ച് മാറ്റിയിട്ടുള്ളത്. അവധി ദിവസമാണെന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ചുരത്തിൽ വലിയ ഗതാഗത തടസ്സവും ആ സമയത്ത് അനുഭവപ്പെട്ടിരുന്നു. ഏതായാലും 1 മണിക്കൂറോളം ഇവിടെ ഗതാഗതം തടസ്സപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും മരം പൂർണ്ണമായും അവിടെ നിന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ വയനാട് ജില്ലാ അതിർത്തിയുടെ 11ാം വളവിലാണ് ഇത്തരത്തിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായത്. മാനന്തവാടയിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത് മരം മുറിച്ച് മാറ്റിയതിനെ കുറിച്ച്.